ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോക്കി സൈക്കിൾ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടൂർ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ അവിടെ ഒരു ടൗൺ സ്ക്വയർ ഉണ്ട്. അവിടെ പോയി കുറച്ച് നേരം കാറ്റുകൊണ്ടിരിക്കുക, പിന്നെ അല്ലറ ചില്ലറ ചെറിയ ഷോപ്പിംഗ് ഒക്കെ വിചാരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ പോകുമ്പോൾ കാണുക നല്ല മനോഹരമായ കാഴ്ച അടുത്ത് ഉണ്ടല്ലേ. നല്ല രണ്ട് സൈഡിൽ റബ്ബർ മരങ്ങളൊക്കെ ഇടയിലൂടെയുള്ള ഒരു റോഡാണിത്. പിന്നെ ഈ റോഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ നിലമ്പൂർ ഷൊർണൂർ റെയിൽപ്പാളം സ്ഥിതി ചെയ്യുന്നത്. നല്ല ലോക പ്രശസ്തമായ റെയിൽപ്പാളങ്ങളിൽ ഒന്നാട്ടെ നമ്മളെ നിലമ്പൂർ റെയിൽപ്പാളം. അത് നമ്മൾ നിലമ്പൂരുകാർക്ക് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അധികം ഇങ്ങനെ സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നമ്മളെ ടൗൺ സ്ക്വയർ ഒന്ന് കണ്ടുപോകാം. അങ്ങനത്തെ അവസാനം നമ്മളെ ടൗൺ സ്ക്വയറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് വണ്ടി വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്യണം. ഇങ്ങോട്ട് വേണം ഉള്ളിൽ കയറാൻ. അപ്പോൾ ഈ കാണുന്നതാട്ടോ നമ്മളെ എൻട്രി. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ കയറി നോക്കാം. നമ്മളെ നിഗമോളൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. എവിടെ നിഗമോളോടെ? അതാ നിഗമോൾ മാസ്കൊക്കെ ശരിയാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. ഇനിക്കാ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, എന്തോ വായിച്ചു നോക്കാം. ഇവിടെ പ്ലാസ്റ്റിക് ഉള്ളിലേക്ക് കടത്തിട്ട് ഈ പാർക്കും പരിസരവും പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാണ്. അങ്ങനെ ഒരുപാട് നാമനിർദ്ദേശങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി കണ്ടുനോക്കാം. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പല തറവാട് വീടിൻ്റെ മുറ്റത്ത് ഈ ഒരു ചെടി കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം അങ്ങനെ എവിടെയും കാണാനില്ല ഈ ചെടി. എന്തായാലും കണ്ണിന് നല്ലൊരു കുളിർമയേകണ കാഴ്ചയാണിത്. അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ ഊഞ്ഞാലാടെ ഞങ്ങൾ കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ബോർഡ് കണ്ടത്. ആകെ വിഷമമായി പോയി. ഇവിടെ നല്ലൊരു ഗാന്ധി പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ലൈറ്റൊക്കെ ഏകദേശം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഷോപ്പിങ്ങിന് പോകാം. അങ്ങനെ മുന്നിനെയും കൊണ്ട് നമ്മളൊരു ഡ്രസ്സ് കട കയറിയിട്ട് ആദ്യം ഡ്രസ്സ് കടയൊക്കെ കയറിയ എല്ലാ കാണുന്ന ഡ്രസ്സൊക്കെ ഉള്ളത് തന്നെ കേട്ടോ. അങ്ങനെ മുന്നിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹുങ്കാട്ടപ്പേ കാണുന്നത്. അങ്ങനെ ഡ്രസ്സ് കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ സീറ്റ് കോൺ കണ്ടത്. അങ്ങനെ മുന്നിക്ക് സീറ്റ് കോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ നല്ല ആവി പവറിന് സീറ്റ് കോൺ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടല്ലേ, നല്ല അടിപൊളി സീറ്റ് കോൺ. എന്തായാലും ഈ സീറ്റ് കോൺ കണ്ടി നമുക്കൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാം.
ഫൈനലി ഒരു നേപ്പാളി സുന്ദരി നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ ബ്രോസ്റ്റ് എത്തിയിട്ടുണ്ട്, നൂഡിൽസ് എത്തിയിട്ടുണ്ട്, പിസ്സ, ബർഗർ എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതൊന്നും കഴിച്ച് അടിച്ച് പൊളിക്കാം. അക്കില എനിക്കിനി അധികം നേരം പിടിച്ച് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഐശ്വര്യമായിട്ടൊരു പെപ്സി കുടിച്ച് ഞാനും ഭക്ഷണം കഴിക്കാൻ പോണേ. അപ്പോൾ ഇനി എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം.